ഹലോ, ഇന്ന് നമ്മൾക്ക് ഒരു പൗച്ച് ഉണ്ടാക്കിയാലോ? നമുക്ക് വാളറ്റായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനതൊരു 10.5 ഇഞ്ച് നീളവും 10.5 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണിത്. അതിൻ്റെ കൂടെ ഞാനൊരു ക്യാൻവാസ് പേപ്പർ, നമ്മളെ ഡ്രസ്സിലൊക്കെ നെക്കൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ക്യാൻവാസ് പേപ്പറാണിത്. അത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സെയിം വലുപ്പമുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ക്യാൻവാസ് ഷീറ്റ് ഈ മെറ്റീരിയൽ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയൺ ബോക്സ് വെച്ച് നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നല്ല ചൂട് വേണം കേട്ടോ, ഇത് സ്റ്റിക്ക് ചെയ്യുമ്പം ഉരുകാതെ ശ്രദ്ധിക്കുക. പേപ്പറാണത്. അപ്പോൾ ഞാനത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൽ ഒന്നുമില്ല, നമുക്ക് ഈ ഒരു സിബ് ഒന്ന് അറ്റാച്ച് ചെയ്യുക, സൈഡൊന്ന് കൂട്ടി തയ്ക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം ഈ സിബൊന്ന് ഇതിൻ്റെ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ അതുപോലെ തന്നെ മറ്റേ സൈഡും സെയിം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുറച്ച് തുണി അധികമായിട്ടുണ്ടാവും. നമ്മളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ക്യാൻവാസിൻ്റെ ഷീറ്റ് നമ്മൾ തുണിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഗ്ലൈസിങ് ഉള്ളൊരു പാർട്ട് ഉണ്ടാവും. ആ പാർട്ട് നമ്മൾ തുണിയിൽ വെക്കുക, എന്നിട്ടാണ് അതിൻ്റെ മുകളിലാണ് അയൺ ബോക്സ് വെക്കേണ്ടത്. മറ്റേ പാർട്ട് പ്ലെയിൻ ആയിട്ട് പേപ്പർ പോലെ തന്നെയാണ് ഉണ്ടാവുക. യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനിത് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പണി, വളരെ എളുപ്പം തന്നെ ചെയ്യാം. ഇത് തന്നെ നമ്മൾ ഇൻവിസിബിളായിട്ട് ഈ സ്റ്റിച്ചൊന്നും കാണാതെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പം നമ്മളിത് സിബ് തുറന്നാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ച് കാണാൻ പറ്റും. ആ ഒരു സൈഡിൽ സിബ് വെച്ച പാർട്ടിൽ മാത്രം നമുക്ക് ആ സ്റ്റിച്ചൊന്ന് കാണാൻ പറ്റും. അല്ലാത്തൊരു വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെ ബൈ.